ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിനായുള്ള VGF കരാർ ഒപ്പിട്ടു. കരാർ പ്രകാരം കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പയായി 817 കോടി രൂപ നൽകും. വൻ വിവാദങ്ങൾക്കൊടുവിലാണ് VGF കരാർ ഒപ്പിട്ടത്. 2 കരാറുകളിലാണ് കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിട്ടത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറും തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% ലാഭവിഹിതം കേന്ദ്ര സർക്കാരുമായി പങ്കിടാമെന്ന 2ാമത്തെ കരാറിലുമാണ് ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടത്തുമെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. VGF തുക വായ്പയെ അനുവദിച്ച കേന്ദ്ര നിലപാടിനെ സംസ്ഥാനം വിമർശിച്ചു. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾക്ക് ഗ്രാന്റായാണ് VGF നൽകാറുള്ളതെന്നും കേന്ദ്രത്തോട് കേരളം ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും പദ്ധതി വൈകാതിരിക്കാനാണ് കരാർ ഒപ്പിടുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. VGF കരാറിൽ ഒപ്പിട്ടത് ചരിത്രമുഹൂർത്തമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCക്ക് സർക്കാർ സഹായമായി 102.62 കോടി രൂപ കൂടി അനുവദിച്ചു. പെൻഷൻ വിതരണത്തിനായാണ് 72.62 കോടി രൂപ വിനിയോഗിക്കുക. KSRTCക്ക് സർക്കാർ സഹായമായി 102.62 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനായി 72.62 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 30 കോടി രൂപയുമാണ് അനുവദിച്ചത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 6163 കോടിയോളം രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം കോർപ്പറേഷന് ആകെ 1612 കോടി രൂപ സർക്കാർ സഹായം ഉറപ്പാക്കി. ബജറ്റ് വകയിരുത്തൽ 900 കോടി രൂപയായിരുന്നു. ഇത് പൂർണ്ണമായും അനുവദിച്ചു. 676 കോടി രൂപ അധികമായും ലഭ്യമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേലിയേറ്റത്തെ തുടർന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാം. ഏപ്രിൽ 14 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. അക്ഷയ സെന്ററുകൾ വഴി റവന്യൂ വകുപ്പിന്റെ LRD പോർട്ടലിലാണ് ഇത് സംബന്ധിച്ച അപേക്ഷകൾ നൽകേണ്ടത്. ഏപ്രിൽ 24-നകം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച കേടുപാടുകൾ പരിശോധിച്ച് എസ്റ്റിമേറ്റ് നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം അനുവദിക്കുക. മഴക്കാലത്തിന് മുന്നോടിയായി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ വേലിയേറ്റം തടയുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. ഇതു സംബന്ധിച്ച ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്ന് കളക്ടർ പറഞ്ഞു. 3 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേലിയേറ്റത്തെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സ്ലൂയിസുകൾ നിർമ്മിക്കാനും നിലവിലുള്ളതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ, പുറം ബണ്ട് നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 23 തോടുകളുടെ പട്ടികയാണ് ജലസേചന വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൽഹി റീജിയണൽ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷനിൽ അവസരം. 72 ഒഴിവുകളാണുള്ളത്. ജൂനിയർ എഞ്ചിനീയർ, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, അസിസ്റ്റന്റ് HR, അസിസ്റ്റന്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി, ജൂനിയർ മെയിൻ്റനർ തുടങ്ങിയ തസ്തികകളിലാണ് നിയമനം. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 25 വയസ്സാണ് പ്രായപരിധി. SC/ST, OBC തുടങ്ങിയ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭ്യമാണ്. താൽപ്പര്യമുള്ളവർ നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഏപ്രിൽ 24 മുൻപായി അപേക്ഷ നൽകണം.